കടലെന്ന് പറയുന്നത് പുറമേ നോക്കുമ്പോൾ വളരെ സുന്ദരമാണ്. നമ്മൾ ബീച്ചിലൊക്കെ പോകാറുള്ളവരാണല്ലേ. മുങ്ങിമരണങ്ങളും കപ്പൽ ദുരന്തങ്ങളും കടലിൽ സാധാരണമാണ്. യുണൈറ്റഡ് നേഷന്റെ എസ്റ്റിമേറ്റ് പ്രകാരം ഏകദേശം 30 ലക്ഷത്തോളം കപ്പൽ ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യയിൽ ഇതുവരെ 200ഓളം രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും രേഖപ്പെടുത്താത്തത് അതിലേറെ ഉണ്ടെന്ന് പറയപ്പെടുന്നു. ഈ വീഡിയോ കൊണ്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് മറ്റൊന്നുമല്ല, കടൽ എന്നത് മറ്റൊരു ലോകം തന്നെയാണ്. ആ ലോകത്തെ നമുക്ക് നമ്മുടെ പരിധിയിലാക്കാൻ പറ്റുകയില്ല, ടെക്നോളജി എത്രയൊക്കെ ഡെവലപ്പായി എന്ന് പറഞ്ഞാലും. ഇനി നമുക്ക് കടലിന്റെ നിഗൂഢതയിലേക്ക് പോകാം. ഒരിക്കലും ഞാൻ ഈ വീഡിയോയിൽ ബെർമുഡ ട്രയാങ്കിളിനെ പറ്റിയോ മരിയാന ട്രെഞ്ചിനെ പറ്റിയോ പ്രതിപാദിച്ചിട്ടില്ല. ജൂൺ 18, 2023 US കാനഡ കോസ്റ്റ് ഗാർഡുകൾ ഒരുമിച്ചൊരു രക്ഷാപ്രവർത്തനത്തിലായിരുന്നു. ആ രക്ഷാപ്രവർത്തനം മറ്റാർക്കും വേണ്ടിയായിരുന്നില്ല. ഓഷ്യൻ ഗേറ്റ് എന്ന സബ്മേഴ്സിബിളും അതിലുണ്ടായിരുന്ന 5 യാത്രക്കാർക്കും വേണ്ടിയായിരുന്നു. ഈ യാത്രയുടെ പ്രധാന ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക് ചെന്ന് ടൈറ്റാനിക്കിന്റെ അവശിഷ്ടങ്ങൾ കാണുക എന്നതായിരുന്നു. പക്ഷേ മദർഷിപ്പിൽ നിന്നും ഡൈവ് ചെയ്ത് 45 മിനിറ്റിനുള്ളിൽ തന്നെ ഓഷ്യൻ ഗേറ്റ് എന്ന സബ്മേഴ്സിബിളിന് പുറം ലോകവുമായുള്ള ആശയവിനിമയം നഷ്ടമായി. ടെക്നോളജി ഇത്രയൊക്കെ ഡെവലപ്പായിട്ടും നമുക്ക് അവരെ ജീവനോടെ കണ്ടെത്താൻ സാധിച്ചില്ല. ജൂൺ 22, 2023 ഒരു വാർത്താ സമ്മേളനത്തിൽ US കോസ്റ്റ് ഗാർഡ് പറയുന്നു, ഒരു ഇംപ്ലോഷൻ കാരണം അതിലുണ്ടായിരുന്ന 5 യാത്രക്കാരും തൽക്ഷണം മരണപ്പെട്ടു എന്ന്. ഇംപ്ലോഷൻ എന്ന് വെച്ചാൽ ഉൾവലിഞ്ഞു പൊട്ടുക എന്നതാണ്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവർ മില്ലി സെക്കൻഡുകൾക്കകം തൽക്ഷണം മരണപ്പെട്ടിട്ടുണ്ടാകും. 180 ദശലക്ഷം കിലോമീറ്റർ അകലെയുള്ള വീനസിൽ മനുഷ്യൻ ലാൻഡ് ചെയ്തു. പക്ഷേ എന്തുകൊണ്ട് 3 കിലോമീറ്റർ സമുദ്രത്തിനടിയിലേക്ക് പോകാൻ ഇത്രത്തോളം റിസ്ക് ആവുന്നു എന്ന് നമുക്ക് ഈ വീഡിയോയിൽ കാണാം. ആദ്യമായി നമുക്ക് സമുദ്രത്തട്ടുകളെ സൂര്യപ്രകാശം കടന്നു ചെല്ലുന്നതിനനുസരിച്ച് 5ആയി തരംതിരിക്കാം. നമ്മളിപ്പോൾ സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്കുള്ള യാത്രയിലാണ്. നമുക്ക് ഒരുമിച്ച് കാണാം ഇവിടെ എന്തൊക്കെയാണുള്ളതെന്ന്. ആദ്യമായി നമ്മൾ ചെന്നെത്തുന്നത് 200 മീറ്റർ വരെ അടിയിലേക്ക് വ്യാപിച്ചു കിടക്കുന്ന എപ്പി പെലാജിക് അഥവാ സൺലിറ്റ് സോണിലേക്കാണ്. ഈ സോണിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സമുദ്രത്തട്ടുകളിൽ വെച്ച് ഏറ്റവും അധികം താപമുള്ള ഒരു സോണാണിത്. ഏറ്റവും അധികം മത്സ്യസമ്പത്തും ഏറ്റവും അധികം ജീവജാലങ്ങളും ഏറ്റവും അധികം ഓക്സിജൻ കണ്ടന്റുമുള്ള ഒരു സോണാണിത്. സൂര്യപ്രകാശം വളരെ എളുപ്പത്തിൽ ലഭിക്കുന്നത് കൊണ്ട് ഫോട്ടോസിന്തസിസ് അഥവാ പ്രകാശ സംശ്ലേഷണം വഴി ചെടികൾ അവയുടെ ഊർജം കണ്ടെത്തുന്നു. നമ്മൾ ഏകദേശം 100 മീറ്റർ താഴേക്ക് വരുമ്പോൾ തന്നെ ഉപരിതലത്തിന്റെ 100 മടങ്ങ് പ്രഷർ നമുക്ക് അനുഭവപ്പെടും. ഇനി നമ്മൾ പോകുന്ന രണ്ടാമത്തെ സോണാണ് ട്വിലൈറ്റ് സോൺ അഥവാ മീസോ പെലാജിക് സോൺ. സമുദ്രത്തിന്റെ ഉപരിതലത്തിൽ നിന്നും 200 മീറ്റർ മുതൽ 1000 മീറ്റർ വരെയാണ് ഇവ കാണപ്പെടാറുള്ളത്. ഇവിടെ പ്രകാശം വളരെ കുറവായതുകൊണ്ട് തന്നെ അവിടുള്ള ജീവികൾക്ക് വലിയ കണ്ണായിരിക്കും. അതുമാത്രമല്ല ചില ജീവികൾക്ക് സ്വന്തമായി ലൈറ്റ് ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷിയുണ്ട്. ഇതിനെ ബയോലൂമിനിസെൻസ് എന്ന് പറയുന്നു. സമുദ്രത്തിന്റെ താഴെ തട്ടിലേക്ക് പോകുമ്പോൾ നമുക്ക് ചില ശബ്ദങ്ങളും മുഴക്കങ്ങളും ഒക്കെ കേൾക്കാം. അത് മറ്റൊന്നുമല്ല, ശബ്ദം വായുവിൽ സഞ്ചരിക്കുന്നതിനെക്കാട്ടിലും 4 മടങ്ങ് വേഗതയിലാണ് വെള്ളത്തിൽ സഞ്ചരിക്കുക. ഉപരിതലത്തിൽ നിന്നും 1000 മീറ്റർ മുതൽ 4000 മീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്നതാണ് ബാത്തി പെലാഗിക് സോൺ അഥവാ മിഡ് നൈറ്റ് സോൺ. 4000 മുതൽ 6000 മീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്നതാണ് അബിസോ പെലാഗിക് സോൺ. അവസാനമായി 6 കിലോമീറ്റർ മുതൽ 11 കിലോമീറ്റർ അതായത് 11000 മീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്ന ഹാഡൽ പെലാഗിക് സോൺ അഥവാ ഹാഡൽ സോൺ ആണ്. ഹൈ പ്രഷറിൽ നമ്മൾ എക്സ്പോസ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മനുഷ്യന് പറ്റാവുന്ന ഏറ്റവും ഫേറ്റലായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ അവരുടെ ലങ്സ് കൊളാപ്സ് ആവുക എന്നതാണ്. 1.8 PSI മതി ഒരു മനുഷ്യന്റെ ലങ്സ് കൊളാപ്സ് ആവാൻ. പക്ഷേ ഹാഡൽ സോണിലൊക്കെ അതായത് 6 കിലോമീറ്റർ താഴേക്ക് പോകുമ്പോൾ തന്നെ ഉപരിതലത്തിന്റെ 6000 മടങ്ങ് പ്രഷർ ആയിരിക്കും. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് 80% സമുദ്രത്തിന്റെ ഭാഗങ്ങൾ മനുഷ്യൻ ഇപ്പോഴും എത്തിപ്പെടാൻ സാധിക്കാത്തത്. അതുമാത്രമല്ല കരയിൽ കാണുന്നതിനെക്കാട്ടിലും വലിയ പർവ്വത ശിഖരങ്ങൾ സമുദ്രത്തിനടിയിൽ കാണപ്പെടുന്നു എന്ന് പറയുന്നു. ഇവയെ സീ മൗണ്ട് എന്നോ അഥവാ അണ്ടർ വാട്ടർ മൗണ്ടൻസ് എന്നോ പറയാറുണ്ട്. 40,000 കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്ന മിഡ് അറ്റ്ലാന്റിക് റിഡ്ജ് ഇതിനൊരു ഉദാഹരണമാണ്. കേവലം 1 മില്ലി ലിറ്റർ കടൽ വെള്ളത്തിൽ തന്നെ 10 മില്യൺ വൈറസുകൾ ഉൾപ്പെട്ടിരിക്കുന്നു എന്ന് പഠനങ്ങൾ പറയുന്നു. ഇതെൻ്റെ ഫസ്റ്റ് യൂട്യൂബ് വീഡിയോ ആണ്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ദയവായി കമൻറ്റ് ചെയ്ത് അറിയിക്കുക. എനിക്കത് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും.